ഒരു ദ്വീപിൽ കുള്ളന്മാർ വസിക്കുന്നു. സ്ത്രീകൾ സാധാരണ ഉയരമുള്ളവരാണെങ്കിലും പുരുഷന്മാരെല്ലാം കുള്ളന്മാരാണ്. ദ്വീപിന്റെ ഭരണാധികാരിയായ വലിയ വാമന തിരുമനസ്സു തന്റെ 5 പെൺമക്കളുടെ കൈകൾക്കായി മത്സരിക്കുന്നതിനായി വിവിധ രാജകുമാരന്മാരെ തന്റെ തലസ്ഥാന നഗരമായ വാമനപുരിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ 4 പെൺമക്കളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞു. എന്നാൽ ഇളയ രാജകുമാരിയായ രാധയ്ക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല. എന്നിരുന്നാലും രാധയുമായി പ്രണയത്തിലായ തന്റെ അനന്തരവനും അനന്തരാവകാശിയുമായ ഗജേന്ദ്രൻ രാജകുമാരനുമായി അവളുടെ വിവാഹനിശ്ചയം നടത്താൻ തീരുമാനിക്കുന്നു. വിവാഹനിശ്ചയം ആഘോഷിക്കുന്നതിനായി രാജാവ് ഒരാഴ്ച ആഘോഷം നടത്താൻ ഉത്തരവിട്ടു. അതിനിടെ ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന ഗൗതം, മുഹമ്മദ് എന്നീ 2 പേർ കരയിൽ ഒലിച്ചുപോയി. അവരെ ഭൂതങ്ങളെന്ന് വിശ്വസിക്കുന്ന ഗജേന്ദ്രനും ദ്വീപ് നിവാസികളും ചേർന്ന് കൊല്ലുന്നു. ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന ഹരി, മാധവൻ, ജോസഫ്, ചന്ദ്രപ്പൻ എന്നിവരും ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ തങ്ങളുടെ സഖാക്കളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും കുള്ളന്മാരിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുന്നു. കാട്ടിലെ ഒരു പഴയ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഗന്ധർവന് ബലിയായി മല്ലിക ഭക്ഷണം നൽകുമ്പോൾ ഹരിയും സുഹൃത്തുക്കളും മല്ലിക അറിയാതെ അത് കഴിക്കുന്നു. ഇത് ഗന്ധർവനാണ് നിവേദ്യം കഴിച്ചതെന്ന് അവളെ വിശ്വസിപ്പിച്ചു. ക്ഷേത്രം പര്യവേക്ഷണം ചെയ്യുന്നതിനിടയിൽ രാധക്ഷേത്രത്തിൽ ഹരിയെ കാണുകയും ഉയരം കാരണം അവനാണ് യഥാർത്ഥ ഗന്ധർവനെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലാകുന്നു. തങ്ങളുടെ ഒളിത്താവളം വെളിപ്പെടുത്തരുതെന്ന് ഹരി രാധയോട് അപേക്ഷിക്കുന്നു. രാധ സമ്മതിച്ചു. ഭക്ഷണവുമായി പിന്നീട് തനിയെ വന്നു. രാധ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ ഗജേന്ദ്രൻ അവളെ പിടികൂടി. എന്തിനാണ് ഇത്രയും വൈകി ക്ഷേത്രത്തിലെത്തിയതെന്ന് ഗജേന്ദ്രൻ ചോദിക്കുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ രാധ ഗജേന്ദ്രനോട് തന്റെ ഒരു സ്വപ്നത്തിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുകയും തന്നെ ക്ഷേത്രത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അസുഖം നടിക്കുന്നു. ഗന്ധർവനെ പുറന്തള്ളാൻ ഒരു പൂജ നടത്താൻ രാജകീയ പുരോഹിതൻ രാജാവിനോട് പറയുന്നു. ഗന്ധർവനു രാധയുണ്ടെന്നു മനസ്സിലാക്കിയതിൽ ക്രുദ്ധനായ ഗജേന്ദ്രൻ വേഷം മാറിയ ഹരിയെ കണ്ട് ഭയന്ന് സത്യം അറിയാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. രാധ മല്ലികയോട് പുരുഷന്മാരെക്കുറിച്ച് പറയുകയും അവരെ സഹായിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. പുരുഷന്മാർക്ക് കണ്ണിൽ പെടാതിരിക്കാൻ അവർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു. പുരുഷന്മാർ രാധയെ സുഖപ്പെടുത്തുന്നതായി നടിക്കുന്ന വിശുദ്ധരുടെ വേഷം ധരിക്കുന്നു. മാധവൻ രാജാവിനെപ്പോലെയാണെന്ന് എല്ലാവരും കണ്ടെത്തി. നന്ദിനിമിത്തം രാജാവ് അവരെ ഔദ്യോഗിക രാജകീയ പുരോഹിതന്മാരാക്കുന്നു. എന്നിരുന്നാലും ഹരിയും സുഹൃത്തുക്കളും വഞ്ചകരാണെന്ന് രാജാവ് കണ്ടെത്തി. ഹരിയും സുഹൃത്തുക്കളും രാജാവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ബാരലിൽ ഒളിപ്പിച്ചു. എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു.